സ്ഥിരം കഴിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഈ ചൂട് കാലത്ത് നോമ്പ് തുറക്കാനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് വേഗം നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനൊരു ചെറിയ ഷമാമ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി മതി കേട്ടോ. നമുക്ക് പകുതി നന്നായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിൽ ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ട് അരച്ചെടുക്കുക. വെള്ളം വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. എന്നിട്ട് അതവിടെ മാറ്റി വയ്ക്കുക. ഇനി നമുക്കൊരു പാനിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം എടുക്കാം. 1.5 കപ്പ് എടുത്താലും 2 കപ്പ് എടുത്താലും കുഴപ്പമില്ല. നമുക്കിത് വേവിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. സാബൂനരി അല്ലെങ്കിൽ ചവ്വരി. അപ്പോൾ അത് ഞാനൊരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം തിളക്കുമ്പോൾ മാത്രം അത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു 10-12 മിനിറ്റ് വെച്ചിട്ട് ഇതൊന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്നത്, ആ വെള്ള കളർ മാറി ഇതിങ്ങനെ തെളിഞ്ഞ് വരുന്ന സമയം വരെ ഒന്ന് വേവിച്ചെടുക്കുക. അതിന് ശേഷം ഇതൊന്ന് ഊറ്റി വെക്കണം. ഊറ്റി വെച്ചാൽ മാത്രം പോരാ, അതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകി വെക്കുക. അപ്പോൾ നന്നായിട്ട് ഒട്ടിപ്പിടിക്കാതെ സുഖമായിട്ട് നമുക്ക് കിട്ടും. അതിൻ്റെ ആ ഒരു വഴുവഴുപ്പ് മാറിക്കിട്ടും. ഇനി നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് മാത്രം പാലൊഴിച്ചിട്ട് ഇത് കട്ടയില്ലാതെ ഒന്ന് കലക്കിയെടുക്കണം. അപ്പം മൊത്തമായിട്ട് നമ്മൾ 1/2 ലിറ്റർ പാലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം നമുക്കിതിനകത്തോട്ട് ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കുക. ഞാൻ ഇവിടെ 1/2 കപ്പാണ് കേട്ടോ ആദ്യം ചേർക്കുന്നത്. പിന്നെ ലാസ്റ്റ് വേണമെങ്കിൽ നമ്മൾ ഡ്രിങ്ക് ഉണ്ടാക്കുന്ന സമയത്ത് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കുറുകി വരേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി. അപ്പോൾ ഏകദേശം ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചവ്വരി ഉണ്ടല്ലോ, അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. അതിങ്ങനെ കുറച്ച് കട്ടയായിട്ടുണ്ടാവും, പക്ഷെ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ആ ഒരു വഴുവഴുപ്പൊക്കെ മാറിയിട്ടുണ്ടാവും. നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ അത് പാലിൽ നന്നായിട്ട് മിക്സ് ആയിക്കോളും. ആ കട്ടയൊക്കെ ഉടഞ്ഞോളും പാലിൽ ചേർക്കുമ്പോൾ തന്നെ. നന്നായിട്ട് അത് മിക്സ് ആയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഷമാമ ഉണ്ടല്ലോ, അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. കട്ടയൊന്നും ഇല്ലാതെ അരക്കാൻ നോക്കുക. മിക്സിയുടെ ജാറിൽ ഞാൻ 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഷമാമ അടിക്കുന്നതിനേക്കാൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാവുന്നൊരു ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ ഇനി നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഷമാമിൻ്റെ ആ ഒരു പച്ച ഇതൊക്കെ മാറി ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതേ തിളച്ച് ഒന്ന് വെന്ത് വന്നിട്ട് 3-4 മിനിറ്റ് ഞാൻ വേവിച്ചിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഫുള്ള് ചൂടാറിയതിന് ശേഷം ഒരു 3-4 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിലൊക്കെ വെച്ച് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല തണുപ്പോടെ കുടിക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കസ്കസ് കുതിർത്തിയതാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ കസ്കസ് ഉണ്ടാവും, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ കൂടെ ഈ പാല് മാത്രമല്ല, നിങ്ങൾക്ക് ഐസ് ക്യൂബ്സ് അല്ലെങ്കിൽ കുറച്ച് തണുത്ത വെള്ളവും കൂടി ചേർത്തിട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി ഉണ്ടാവും, കഴിക്കാനും നല്ലത് തന്നെയായിരിക്കും. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി. പിന്നെ ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് ബദാമും കൂടെ കട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു ഡ്രിങ്കാണ്, എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ റെസിപ്പീസിന് വേണ്ടിയിട്ട് ധ്യാൻസ് കണ്ണൂർ കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.